എന്താ ആശ്ചര്യം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് തന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. അത് മനസ്സിലായിക്കും. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എന്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ? അല്ല രേഖപ്രകാരമുള്ളതല്ലേ? നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ കമ്പനിയുടെ നടത്തിപ്പുകാർക്ക് വേറൊരു കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം, ഉടമ്പടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസ് ആവിയാകുമെന്ന നിലയിൽ നിന്ന് വിചാരണയിൽ എത്തി നിൽക്കുന്നു. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടിയാൽ അടുത്ത നടപടിക്കായി ED. സേവനം നൽകാതെയാണ് വീണ വിജയനും എക്സാലോജി കമ്പനിയും 2,70,00,000 രൂപ കൈപ്പറ്റിയതെന്ന കണ്ടെത്തൽ മുഖ്യമന്ത്രി തള്ളിയപ്പോൾ തന്റെ മകൾക്കെതിരായ കേസ് എന്ന നിലയിൽ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടാണെന്ന് CPM-ന് അറിയാമെന്നാണ് പറഞ്ഞത്. എന്നാൽ CPI-ക്ക് ഈ നിലപാടല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് കമ്പനികൾ തമ്മിലുള്ളതാണ്. അതവർ നോക്കട്ടെ, LDF-ന് വിഷയമല്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ വാളെടുത്ത് മന്ത്രി ശിവൻകുട്ടി. ഇതോടെ മാസപ്പടിയിൽ LDF കുലുങ്ങി തുടങ്ങിയെന്ന് വ്യക്തം. സർക്കാരിന്റെ സേവനം കിട്ടാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകാത്ത സേവനത്തിന് കോടികൾ നൽകുന്നത് കൈക്കൂലിയല്ലെങ്കിൽ പിന്നെ എന്താണ്? മാസപ്പടി കേസിൽ LDF കുലുങ്ങിയോ? എത്ര നാൾ ന്യായീകരണവുമായി പിടിച്ചു നിൽക്കാനാവും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.
പാണ്ടിപ്പേരിൽ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ്, BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, LDF-ൽ ഒരു കുലുക്കം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മാസപ്പടി കേസിൽ ന്യായീകരണം വേണ്ട എന്ന നിലപാടല്ലേ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്? നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞത് ഇതല്ലായിരുന്നു, ഒറ്റതിരിഞ്ഞ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുകയാണ്. അതായത് CPI-യിൽ നിന്ന് തന്നെ ഉണ്ടായ സമ്മർദ്ദം, പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ സമ്മർദ്ദമാണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് കാരണം. അതിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ഈ കേസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസാണ്, അല്ലാതെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ളതല്ല എന്ന്. അപ്പോൾ നിലപാട് മാറ്റം വ്യക്തമാണല്ലോ. അപ്പോൾ LDF കുലുങ്ങി തുടങ്ങിയിട്ടുണ്ട്. മാസപ്പടി കേസ് ഗൗരവമുള്ളതാണെന്ന വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുമുണ്ട്. ശ്രീ മഞ്ജുഷ്, LDF-ലെ 1-ാം നമ്പർ കക്ഷിയായ CPM-ൻ്റെയും 2-ാം നമ്പർ കക്ഷിയായ CPI-യുടെയും നിലപാടുകളിൽ വൈരുദ്ധ്യം ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്പേസിലേക്കും പബ്ലിക് ഡിബേറ്റിലേക്കും വരുന്നത്. ഒരു ഡിബേറ്റിന് സമാനമാകുന്ന രീതിയിൽ CPI-യുടെ സമ്മേളനം ഒരു 3 ദിവസമായിട്ട്, കഴിഞ്ഞ 3 ദിവസമായിട്ട് CPI-യുടെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായി വേണമെങ്കിൽ ബിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയെ കാണാം. ബിനോയ് വിശ്വത്തെ വലിയ രീതിയിലാണ് CPI-യുടെ ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയത്, അല്ലെങ്കിൽ കൗൺസിലിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മലക്കം മറിയേണ്ടി വന്നു. ഇത് LDF-ൻ്റെ മൊത്തം തലയിൽ വെച്ച് കെട്ടേണ്ട കാര്യമില്ല. ഇത് ശ്രീ പിണറായി വിജയൻ്റെ മകൾ ഒരു കമ്പനി നടത്തുന്ന ആളാണ്. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് അത്. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ പോയിക്കോട്ടെ. അത് CPI-യെ ഒരു രീതിയിലും ബാധിക്കില്ല. ന്യായീകരിക്കാൻ CPI ഇല്ല, അല്ലെങ്കിൽ ഇടതു മുന്നണിയെ മൊത്തത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. CPM-ന്റെ തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തുന്നു എന്ന് പറയുമ്പോൾ CPI-യുടെ ഈ നിലപാട് ഒട്ടും ദഹിച്ചിട്ടില്ല എന്നല്ലേ കണക്ക് കൂട്ടേണ്ടത്? കാരണം CPM ഒരു നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഒരു അന്വേഷണമാണ്, എങ്ങോട്ടാണ് ഇതിന്റെ ദിശ എന്ന് പാർട്ടിക്ക് അറിയാം എന്ന നിലപാട് CPM സ്വീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ റിഫ്റ്റ് ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? ഈ കുറ്റപത്രത്തിൽ എത്തി നിൽക്കുന്നു, അടുത്തത് വിചാരണ. അപ്പോൾ ഈ ഘട്ടത്തിൽ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവല്ലേ ഇപ്പോൾ CPI-ക്ക് ഉണ്ടായിരിക്കുന്നത്? ഏതാണ്ട് അതേ തരത്തിലുള്ള തിരിച്ചറിവ് തന്നെയാണ്. SFIO കുറ്റപത്രം ഈ കോഡ് നമ്പർ 7 സെഷൻസ് കോടതിയിൽ, എറണാകുളം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ശ്രീമതി വീണ വിജയനെ സമൻസ് അയച്ച് വിളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ അന്വേഷണം AKG സെൻറ്ററിലേക്ക് വരെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം എക്സാലോജിക്കിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് AKG രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത അഡ്രസ്സ്, അതിലേക്ക് അന്വേഷണം നീളുകയാണെങ്കിൽ അത് കുഴപ്പം തന്നെയാണ്. അതിനെ പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ടി വരും. നിയമപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ CPM-ന് അത് പ്രതിരോധിക്കേണ്ടി വരും. പക്ഷേ LDF-നെ കൊണ്ടൊരു നിലപാട് എടുപ്പിക്കുവാനൊക്കെ കഴിയുമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്. ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിചേർന്നിട്ടുണ്ട് ഞങ്ങൾ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ലേ LDF-ൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയുള്ളൂ. ബിനോയ് വിശ്വം ഇങ്ങനെ പറയുമ്പോഴും അവിടെയും ബിനോയ് വിശ്വം ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കും, പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് അത് മറ്റൊരു രീതിയാണ് എന്ന്. എനിക്ക് തോന്നുന്നു ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് വളരെ ക്ലിയർ ആണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇതിനകത്ത് ഇംപ്ലിക്കേറ്റഡ് അല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇത് മകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്, അത് വ്യക്തമായിട്ട് കേട്ടതാണല്ലോ താങ്കൾ 2 ദിവസം മുമ്പ് വാർത്താ സമ്മേളനം അതാണ് ഇവിടെ കേൾപ്പിച്ചതും. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിനീഷ് കോടിയേരിയുടെ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്, അതൊരു വ്യക്തിയുടെ കാര്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ബിനീഷ് കോടിയേരിയുടെ കാര്യം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വത്തിന് അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. അത് ശ്രീ മഞ്ജുഷ്, അത് വാദത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ ആത്യന്തികമായി ആ വാദം വിലപ്പോവില്ല. അതിനുള്ള കാരണം ശ്രീ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവസാനം ആ കേസിലൊരു തീരുമാനം ആയപ്പോഴാണ് അദ്ദേഹം വീണ്ടും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ ഇതിനൊരു ധാർമ്മിക ഉത്തരവാദിത്വം കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് ഒരിടത്തും അതിനകത്ത് പരാമർശിക്കുന്നില്ല. ഹീ ഈസ് നോട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ്. എന്നിട്ട് പോലും ഒരു ഉദാത്തമായ ഒരു ധാർമ്മിക മോഡൽ എന്ന നിലയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നു. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്, കുറച്ചുകൂടി ആഴത്തിലുള്ള ഇംപ്ലിക്കേഷനാണ് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് വന്നിരിക്കുന്നത്.
അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാറി നിൽക്കുന്നില്ല എന്ന ന്യായമായ ഒരു ചോദ്യം മറുപക്ഷത്തുനിന്ന് പ്രതീക്ഷിക്കാം. ഇത് വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത CPIക്കുള്ളിലുണ്ട്. CPI കുറച്ച് കാലമായിട്ട് കാനൻ രാജേന്ദ്രൻ്റെ സമയത്താണെങ്കിലും ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ സമയത്താണെങ്കിലും CPMന് പൂർണ്ണമായി വിധേയപ്പെട്ട് നിൽക്കുന്നു എന്ന ഒരു പരിഭവം CPIയുടെ അണികൾക്കുള്ളിലുണ്ട്. അതുകൊണ്ട് CPI ഒരു തിരുത്തൽ ശക്തിയായി മുന്നണിക്കുള്ളിൽ. പക്ഷെ അത് വലിയ പ്രതീക്ഷിക്കൊന്നും വേണ്ട. മുന്നോട്ട് പോകുന്തോറും ആ തിരുത്തലൊക്കെ എവിടെ നിൽക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPMന് കീഴടങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇതുവരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ ലൈഫ് മിഷൻ, അങ്ങനെ ഒട്ടേറെ കേസുകളുണ്ടല്ലോ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കുറ്റപത്രത്തിൻ്റെ രീതിയിലേക്ക്, അത് SFIയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടതിയിൽ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് രജിസ്റ്ററിംഗ് ആണ്. അതും കഴിഞ്ഞ് ഇനി സമൻസിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കുറേ ഗൗരവമുള്ളതാണ്. ആദ്യമായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെതിരെയെങ്കിലും, അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണെങ്കിൽ നേരത്തെ അങ്ങനെ നടന്നിരുന്നുവല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ പോലും അന്വേഷണം വന്നതാണ്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ കേസിൽ SFIയുടെ അന്വേഷണം കുറ്റപത്രത്തിന്റെ രീതിയിൽ വരെ എത്തി വിചാരണയിലേക്ക് കടക്കുന്ന ഘട്ടമായതുകൊണ്ട് ഗൗരവമാണ് എന്നാദ്യമായിട്ട് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം തോന്നിപ്പോവുകയാണ്. ഇതിലും മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ അതിൽ ഇനി അന്വേഷണ ഏജൻസികൾക്ക് വലിയ പങ്കുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് കോടതിയിലാണല്ലോ. അല്ല മഞ്ജുഷ, അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ കേസല്ല. ഇതിന് മുമ്പുള്ള കേസ് സ്വർണ്ണക്കടത്ത് കേസായാലും ശരി തന്നെയാണ്, ഡോളർ ആ കടത്ത് ആ സംഭവം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എപ്പിസോഡിലായിരുന്നാലും ശരി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവശങ്കരൻ, അദ്ദേഹം എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്, എത്ര മാസമാണ് ജയിലിൽ കിടന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അവിടെ കൃത്യമായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കുവാനും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ കൃത്യമായിട്ട് എത്തുന്നതിന് ഈ പറയുന്ന ശിവശങ്കരൻ്റെ എല്ലാം ഏറ്റെടുക്കൽ, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന ആ ഒരു ഏറ്റെടുക്കൽ കാരണം ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അതൊരു ഗൂഢാലോചന കേസാണ് തെളിയിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് നമ്പർ 2-ലൊക്കെ നിൽക്കുന്ന ഒരാൾ ഞാനാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അന്വേഷണ ഏജൻസികൾക്ക് അതാണെന്ന് തോന്നുന്നു ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേസ് വേറെയാണ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലൊരു എവിഡൻസ് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവർ ഈ പറയുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ CMRL ഉദ്യോഗസ്ഥരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു, 1.72 കോടിയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു വിത്തൗട്ട് എനി സർവീസ് ആണെന്നുള്ള കാര്യം വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തിന് ഈ പറയുന്ന ഇങ്ങനെ ഒരു ഇല്ലാത്ത സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എമൗണ്ട് വാങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം മണി ലോണ്ടറിങ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഷെൽ കമ്പനികൾ ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് ഇല്ലാത്ത സർവീസിൻ്റെ പേരിൽ അവർക്കത് കൊടുത്തു എന്ന് പറയുക, ഇങ്ങനെ ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്ന പരിപാടിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റെന്തെങ്കിലും സേവനം മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുള്ളതിന് അതിനവർക്ക് മേടിക്കേണ്ട പൈസ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് കിട്ടേണ്ടതായിരിക്കും, ഇവർക്കത് വൈറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ വൈറ്റ് ആയിട്ട് മേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് കുറ്റപത്രം നമുക്ക് അതിന്റെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ സേവനത്തിന്റെ കാര്യത്തിൽ ഇവർ പ്രതിരോധം തീർക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നുള്ള പണം അത് രണ്ടാമത് വീണ്ടും വന്നിരിക്കുന്നതായിട്ടാണ് പിന്നീട് ഏത് രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസിൽ അവർ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റക്കായി പോയി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ അവർക്ക് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെയും വീണ ഇത് മുഴുവനും താനാണ് ചെയ്തത്, താൻ ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CPIയുടെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടെ അതൊരു പ്രത്യേകം വ്യക്തിയാണ്, മകൾ ചെയ്ത തെറ്റിന് അച്ഛനെ പഴിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയം എടുത്തിട്ടത്. ബിനോയ്ക്കെതിരായിട്ടും ബിനീഷിനെതിരായിട്ടും ആരോപണം വരുന്ന സമയത്ത് അതിനകത്ത് കോടിയേരി ഇൻവോൾവ് ആയിരുന്നില്ല എന്ന്. പക്ഷേ എന്നിട്ട് പോലും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന തന്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള മാന്യത രാഷ്ട്രീയ കേരളത്തിൽ കാണിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ
മറന്നു പോകരുത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിൽ ഇത്രയും വലിയൊരു ഇടപാട് നടന്നിട്ട് ഈ പറയുന്ന CMR എന്ന് പറയുന്ന കമ്പനിക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു വർക്കും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ പോലും അവിടെ IT റിലേറ്റഡ് സർവീസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് പച്ചയ്ക്ക് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന തലത്തിലുള്ള ഒരു വലിയ തട്ടിപ്പ് അവിടെ നടത്തിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് തന്നെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ബ്രൈബാണ് എന്നുള്ള കാര്യം എവിഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരിക്കലും മോറലി ആയിക്കൊണ്ട് പോട്ടെ, അല്ലാണ്ട് പൊളിറ്റിക്കലി ആയിക്കൊണ്ട് പോട്ടെ, അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളത്. നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായിട്ട് ഇക്കാര്യത്തിൽ ധാർമ്മികം എന്നല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് പറയാം. നിയമപരമായിട്ട് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിയമപരമായി കണക്ട് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെയാ പറയാ? ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, വിധി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന കമ്പനിക്ക് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന പൈസ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ഉള്ള പൈസയാണ് എന്ന് അതിന്റെ വിധിയിൽ പറയുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. CPM-നകത്തുള്ള എല്ലാവരെയും അദ്ദേഹം പറയുന്നത് ഇത് തനിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് മുഖ്യമന്ത്രിയും CPM-ഉം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ വ്യക്തമാണ്, കാരണം അദ്ദേഹത്തിനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമാണ്. ശരി, ശ്രീ അനിൽ ബോസ്, കേന്ദ്ര ഏജൻസികളെ ഒട്ടും വിശ്വസിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയും അന്വേഷണം വരുന്ന സമയത്ത് പക്ഷേ കേന്ദ്ര ഏജൻസികളെ വിശ്വാസത്തിലെടുക്കുകയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടും അത് തന്നെയാണ്. ഈ SFIOയുടെ അന്വേഷണം ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു? കൃത്യമായിട്ട് തന്നെ ശരിയായ ദിശയിൽ തന്നെ SFIO അന്വേഷണം മുന്നോട്ട് പോവുകയാണോ ഇപ്പോൾ ഈ ECIR കൊടുത്തിരിക്കുന്നത് എന്നാണോ? മഞ്ജുഷേ, കേൾക്കാമോ? അനിൽ, കേൾക്കാം. കേൾക്കാം. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകൾക്കെതിരെ കേസ് വരുമ്പോൾ അത് തനിക്കെതിരെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി ഉള്ള ഇടപെടലാണ്, അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട്, മന്ത്രി ശിവൻകുട്ടിക്കുണ്ട്. CPM അല്ലെങ്കിൽ LDF അതിന് പ്രതിരോധം തീർക്കും എന്നൊക്കെ പറയാൻ അവർക്ക് കഴിയും. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി വീണ വിജയനെ വേണ്ടി വന്നാൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കിയാലും നമ്മളിപ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇന്ന് നടക്കുന്ന നടപടിക്രമങ്ങളിൽ നമുക്ക് ബോധ്യമാകുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. വീണ വിജയൻ്റെ പേരിൽ ഈ പറഞ്ഞ കമ്പനിയിൽ നിന്നും, മണൽ കർത്തായുടെ കമ്പനിയിൽ നിന്നും, ആ കമ്പനി നൽകിയിട്ടുള്ള സാമ്പത്തികം വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? സിമ്പിളാണ് കാര്യം. ഒരു ജോലിയും ഒരു സർവീസും ആ കമ്പനിക്ക് ഗുണപരമായി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തു കൊടുക്കാതെ വീണ വിജയൻ കൃത്യവും വ്യക്തവുമായി അന്വേഷിച്ചിട്ടുള്ള SFIOയ്ക്ക് വളരെ കൃത്യമായി 2013 കമ്പനി നിയമപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൽ അത് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ളത് രേഖാപരമായി ഇന്നെല്ലാവരുടെയും കൈകളിൽ അവൈലബിൾ ആണ്. അതിനെ ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, സമൻസിലേക്ക് നീങ്ങുന്നു, ഇനി EDയുടെ റോള് വരാനിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സത്യസന്ധമായി ഈ വിഷയത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ആർജവം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിയമപരമായി നേരിടും. ഓക്കെ, നിയമപരമായി നേരിടണമല്ലോ. അനധികൃതമായി കൈപ്പറ്റിയ പണത്തിൻ്റെ പേരിൽ കേസും കുറ്റപത്രവും തുടർ നടപടികളും വരുമ്പോൾ ഇതിൻ്റെ അകത്ത് സെക്ഷൻ 447, 448 അത് രണ്ടും നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുള്ള വീണ വിജയന് 6 വർഷം മുതൽ 10 വർഷം വരെ തടവ് വിധിക്കാൻ കഴിയുന്ന, എത്ര രൂപ കൈപ്പറ്റിയോ അതിൻ്റെ 3 ഇരട്ടി തിരിച്ചടയ്ക്കാനുള്ള പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്ന വകുപ്പുകൾ ഇട്ടിട്ടുള്ള കേസാണ് ചാർത്തപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു കേസിൽ പിണറായി വിജയനെ ആക്രമിക്കാനാണ് എന്ന് പറഞ്ഞാൽ
പിണറായി വിജയനെ ആക്രമിക്കാനുള്ള ഒരു ആരോപണമാണെങ്കിൽ ആരോപണമാണെന്ന് പറയാം. എപ്പോൾ? വീണ വിജയൻ പണം കൈപ്പറ്റിയിട്ടില്ലായിരിക്കണം, അതിന് രേഖകളില്ലാതിരിക്കണം. ഇവിടെ ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ ചോദിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ കോൺഗ്രസ് കേന്ദ്ര ഏജൻസികളെ കോൺഗ്രസ് ഉൾക്കൊള്ളാതിരിക്കുന്നില്ല. ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസികളെയും റെസ്പെക്ട്ഫുള്ളായി കാണുന്നവരാണ് കോൺഗ്രസ്സുകാർ. അതിനൊന്നും നമുക്കാർക്കും തർക്കം വേണ്ട. നിങ്ങൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. പക്ഷെ അങ്ങനെയല്ലോ ഇന്ത്യ മുന്നണി നേതാക്കളെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലപാടാണല്ലോ മഞ്ജുഷിനോട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇടപെട്ട് വഷളാക്കണ്ട. ഉള്ള സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഈ കഴിഞ്ഞ 11 വർഷമാകുന്നു BJP NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ഇത്രയും കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ, പരാതികളിൽ കേവലമായ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷിക്കുന്നതിന് ഞങ്ങളെതിരല്ല. ഇപ്പം ചിദംബരത്തിൻ്റെ കേസെടുക്കുമ്പോൾ പറഞ്ഞു ഇത് അടിസ്ഥാനരഹിതമാണ്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തുറന്നിട്ട ഗേറ്റ് കിടക്കെ മതിൽ ചാടിക്കിടന്ന് അറസ്റ്റ് ചെയ്യുന്ന നാടകം. അത്തരം നടപടികളാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നു ഏജൻസികളെ എന്ന് പറയാൻ കാരണം. ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായിട്ടുള്ള, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള ഒരാൾ ആ കേസുമായി സഹകരിക്കാതെ ഒളിച്ചോടിപ്പോയാൽ നമുക്ക് മനസ്സിലാവും. അയാളെ പിടിച്ചുകൊണ്ട് വരാൻ പോകണം. അദ്ദേഹം വളരെ കൃത്യമായി, രേഖാപരമായി നമ്മൾ എഴുതി കൊടുക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം ചെയ്യലിന്, നിങ്ങളുടെ അന്വേഷണത്തിന്, ഏത് പരിശോധനയ്ക്കും ഞങ്ങൾ റെഡിയാണ്, ഞാൻ ഇത്ര മണിക്ക് ഹാജരാകാം എന്ന് പറയുമ്പോൾ, ആ ഹാജരാകാമെന്ന് പറയുന്ന ഒരാളുടെ വീട് മതിൽ ചാടിക്കടന്ന് ഒരു നാടകം സൃഷ്ടിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നമ്മൾ പറയും. പിന്നീട് വന്നിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കൂ. ഇപ്പം DK ശിവകുമാറിനെതിരെ കേസെടുത്തു. DK ശിവകുമാറിനെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് പിന്നീട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നടപടിക്രമങ്ങൾ. ഇതല്ല, ഇതിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് റിട്ടേണായി നമ്മുടെ കയ്യിൽ ബാങ്കിങ് രേഖകളും കമ്പനി രേഖകളും പ്രകാരം വീണ വിജയൻ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നതിന് രേഖകളുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പണം കൊടുത്തെന്നുള്ളതിനും കൈപ്പറ്റിയെന്നുള്ളതിനും രേഖകൾ ഉണ്ടായിരിക്കെ അതിന് ഇവർക്ക് മാറ്റാൻ കഴിയുന്നതല്ല, അവർക്ക് തിരുത്താൻ കഴിയുന്ന കാര്യമല്ല. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകനും പിണറായി വിജയന്റെ മകളും ഏതൊരച്ഛനും മക്കൾ വലുത് തന്നെയാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ തൽസ്ഥാനത്തുനിന്ന് മാറി നിൽക്കുന്നു. മകൻ കേസിനെ നേരിടുമെന്ന് പറയുന്നു. മകന്റെ കേസ് നടത്താനുള്ള അവകാശം അയാളിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണമില്ല. ഇവിടെ ആരോപണം ഉണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. മുഖ്യമന്ത്രിയുടെ മകളല്ലെങ്കിൽ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുമോ? മുഖ്യമന്ത്രിയുടെ മകളല്ലെങ്കിൽ വെറുതെ ഒരു കമ്പനി കോടിക്കണക്കിന് രൂപ ചെയ്യാത്ത സേവനത്തിന് കൊടുക്കുമോ? അതാണ് ബോധ്യപ്പെടുത്തേണ്ടത് പൊതുസമൂഹത്തോട്. ശരി, അപ്പോൾ കേന്ദ്ര ഏജൻസികൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്ന കേസുകളുമുണ്ട് അല്ലെ? നല്ല രീതിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്ന കേസുകളുമുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ ഇത് ആവിയായി പോയേനെ. ഈ ഒരു പരാതിയൊക്കെ ആവിയായി, പരാതി ഇല്ലായിരുന്നു. ഇത് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സ്വമേധയാ കണ്ടെത്തിയ കാര്യമാണ്. അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ പോലീസാണെങ്കിൽ, ഇപ്പൊ പിണറായി വിജയനാണല്ലോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിണറായി വിജയനാണെങ്കിലും ഇവിടുത്തെ പോലീസ്, വിജിലൻസ്, അതുപോലെ തന്നെ സെൻട്രൽ ഏജൻസികളിൽ പ്രധാനമന്ത്രി ആരിരുന്നാലും ഏജൻസികളും ആ സ്ഥാനത്തിരിക്കുന്നവരും ഒക്കെ മിടുക്കന്മാരാണ്. പക്ഷെ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ അവർ സത്യസന്ധമായി ജോലി ചെയ്യും. ബിനാമികളെ വെച്ച് കാര്യങ്ങൾ, ഓരോ ഉദാഹരണം നോക്കൂ. തൃശ്ശൂർ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പാർട്ടികളുടെ മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അറിയാമല്ലോ തൃശ്ശൂർ പൂരവും അനുബന്ധ സാഹചര്യങ്ങളും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോയാൽ ഇത് വേറെ ഡൈവേർട്ട് ചെയ്തു പോകും. അതിൽ തടി ഊരിപ്പോകാൻ പോകുന്ന വീണ വിജയനും CPM-ഉമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ എന്തുകൊണ്ട് CPIയുടെ ബിനോയ് വിശ്വത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് കുളിര് കോരുന്ന ആളൊന്നും അല്ല ഞാൻ. ബിനോയ് വിശ്വം അങ്ങനെ നട്ടലുള്ള നിലപാടൊന്നും എടുക്കുന്ന ആളല്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അദ്ദേഹം ആകെ എടുത്ത ഇസ്മയിലിനെ പുറത്താക്കി എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ ചില നടപടിക്രമങ്ങൾ എടുത്തു എന്നല്ലാതെ അദ്ദേഹം ഒരിക്കൽ പോലും CPM-നെ തിരുത്താൻ അല്ലെങ്കിൽ LDF-നെ തിരുത്താൻ പരസ്യമായി നിലപാടെടുക്കുകയോ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്തിട്ടില്ല. ബിനോയ് വിശ്വം ഈ പറയുന്ന ബുദ്ധിജീവി പരിവേഷവും മാന്യതയുടെ പരിവേഷവും ഒക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ എന്നെ വ്യക്തിഹത്യ ചെയ്യാനൊന്നും ഞാനില്ല. പക്ഷെ എടുക്കുന്ന നിലപാടുകൾ സുതാര്യമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടണം. അങ്ങനെ നിൽക്കുന്ന ഒരു ശീലം
ബിനോയ് വിശ്വത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിലൊന്നും ഞാൻ വലിയ അവിടെ ശരി, അത് ശരിയാണ്. CPI നിലപാടൊക്കെ അപ്രസക്തമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ CPI അങ്ങനെ ഒരു ഭിന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അത് ചർച്ചാ വിഷയമാക്കിയത്. മറ്റൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ED ആണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്. SFIO-ൽ ഒതുങ്ങില്ല. ED എന്ന് പറയുമ്പോൾ രാഹുലിനെയും സോണിയാഗാന്ധിയെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ ഏജൻസിയാണ്. അതിലെ കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരം തീർക്കൽ എന്ന രീതിയിൽ തന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ ആ ഏജൻസി അന്വേഷിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-നും പറയാം രാഷ്ട്രീയമായി വേട്ടയാടുന്നതാണെന്ന്. അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ആർക്കും എന്തും പറയാമെന്നേ. CPM-ന് പറയാം, കോൺഗ്രസിന് പറയാം, BJP-ക്ക് പറയാം. ഇവിടുത്തെ പ്രശ്നം ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് എടുക്കുമ്പോൾ അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് അത് നമ്മുടെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇതെല്ലാം രേഖകളായി വരണമല്ലോ. ആ രേഖകളായി വരുമ്പോൾ അത് സ്റ്റാൻഡ് ചെയ്യപ്പെടണം. അങ്ങനെ സ്റ്റാൻഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തോട്ടെ. ഞങ്ങൾക്ക് എന്താ തർക്കം? ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇവിടെ കൃത്യമായ ഡോക്യുമെന്ററി എവിഡൻസ് ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ കഴിയില്ല. പണം എണ്ണി മേടിച്ച പണം എങ്ങനെയാ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? ആരോപണമാണെന്ന് പറയുന്നത് എങ്ങനെയാ? അദ്ദേഹം വീണ വിജയൻ 5 കോടി രൂപ വാങ്ങിച്ചു എന്ന് കേൾക്കുന്നു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ അതൊരു ആരോപണമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആരോപണമായി പരാതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊടുത്താൽ അത് ഒരു ആരോപണമാണെന്ന് നമുക്ക് പറയാം. ഇതെങ്ങനെ ആരോപണമാണെന്ന് പറയുന്നത്? ശരിയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാ ആദരവോടും കൂടി ഇതെങ്ങനെ ആരോപണമാണെന്ന് പറയുന്നത് അനുകൂലിക്കുകയാണ്. അത് ഞാൻ സതീശിന്റെ വാക്കുകളും കേട്ടിരുന്നു. അതുകൊണ്ടാണ് അനിൽ ബോസിനോട് അങ്ങനെ ചോദിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. യുവരാജ് ഗോകുൽ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. മഞ്ജുഷ് ഇങ്ങനെ അല്ലല്ല, താങ്കളെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇവിടെ വീണ വിജയൻ പണം വാങ്ങിച്ചിട്ടില്ല എന്ന് മഞ്ജുഷിന് അഭിപ്രായമുണ്ടോ? എനിക്കിനി സമയം തന്നില്ലേലും കുഴപ്പമില്ല. ഒറ്റ ചോദ്യം, വീണ വിജയൻ ഈ കമ്പനിയിൽ ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങിച്ചില്ല എന്ന് താങ്കൾക്ക് നിഷേധിക്കുകയില്ലല്ലോ. വീണ വിജയൻ പോലും നിഷേധിക്കുകയില്ലല്ലോ. കാരണം പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാസം 5 ലക്ഷം വീണ കേന്ദ്ര ഏജൻസിയും സംസ്ഥാന കമ്പനിയും വാങ്ങിച്ചിട്ടുണ്ട്. അത് പക്ഷേ താങ്കൾ എന്തിനാണ് സംസ്ഥാന നൽകിയിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം. വാങ്ങിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ സേവനം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ്. ശ്രീ യുവരാജ് ഗോകുൽ എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതം ചെയ്യുകയാണല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അവർക്ക് താങ്കൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഈ ചർച്ച നയിക്കുന്ന താങ്കൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് പണം കൈപ്പറ്റി എന്നുള്ളത്. അത് നിങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കേരള ഏജൻസികൾക്ക് മോശം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അതിനുള്ള ചർച്ചയാക്കി മാറ്റാനാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. വിശ്വാസം നഷ്ടപ്പെടും. അവർക്കെതിരായിട്ടുള്ള കോടതി വിധി വരുന്ന സമയത്ത് കോടതികളിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കൂ, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പണി ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അവർക്ക് എവിഡൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അവർ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിൻ്റെ നിലപാട് നോക്കി നമുക്കിപ്പോൾ നിലപാട് സ്വീകരിക്കാനൊന്നും സാധിക്കില്ല. അവർ പറയുന്നത് പോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായ സാധ്യതകളും രാഷ്ട്രീയമായ സാഹചര്യങ്ങളും അനുസരിച്ച് അവർ മാറി മാറി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്ഥിരതയില്ലാത്ത അത്തരം സമീപനങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കമന്റ് പറയാനുമില്ല. രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഞാനും പറഞ്ഞില്ല ശ്രീ അനിൽ ബോസ്. നിങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല. അല്ല, നിങ്ങൾ രാഷ്ട്രീയ സാധ്യതകൾ നോക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പി ചിദംബരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. സാറേ, പി ചിദംബരത്തിന്റെ ഞാനൊരു കാര്യം പറയട്ടെ. ഓഗസ്റ്റ് 2019 ശ്രീ പി ചിദംബരത്തിന് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹം ഹാജരാകാതെ മുങ്ങി നടന്നു. ഓക്കെ, അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്തു. നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലില്ല. ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു തീരുമാനമാകുന്നത് വരെ 2019 ഓഗസ്റ്റ് 19 ആ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആദ്യം ചെയ്തത് ഒളിവിൽ പോവുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പി ചിദംബരം മിസ്സിംഗ് എന്നുള്ളത്.
പ്രഷർ 24 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പുറത്ത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് കൂടുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസ് ഓഫീസിൽ വന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് പോയി ഗേറ്റും പൂട്ടി കതകും അടച്ച് വീട്ടിൻ്റെ അകത്തിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഗേറ്റും പൂട്ടി വീട്ടിൻ്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രതി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് ഹാജരാകാൻ വേണ്ടി പലതവണ നോട്ടീസ് കൊടുത്തു. ആദ്യത്തെ നോട്ടീസൊന്നുമല്ല കൊടുത്തത്, ഒരുപാട് തവണ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളി. പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോസസ്സിലേക്ക് അവർ പോവും. ഒരാൾ വീട്ടിൻ്റെ അകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാതിൽ തല്ലിപ്പൊളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ഡ്യൂ പ്രോസസ്സും ഫോളോ ചെയ്തിട്ടുണ്ട്. അനിൽ ബോസെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള എല്ലാ ഡ്യൂ പ്രോസസ്സും ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കരയാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയല്ല. താങ്കൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അല്ലല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാണ്, പി ചിദംബരത്തിന്റെ INX മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന വിവരങ്ങളെല്ലാം 2010 മുതൽ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളും 2013 റീഓപ്പൺ ചെയ്തു. 2016 മകൻ കാർത്തി ചിദംബരത്തിന്റെ 54 കോടി രൂപയുടെ സീസ് ചെയ്യുന്നതും ഈ പറയുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ വിഷയങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കരയുന്ന 106 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന് പല തവണ ഇന്ത്യയിലെ വിവിധ നിഷേധിക്കുന്ന ശുദ്ധമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു കാര്യം കൂടി, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ അനുകൂലിക്കുമ്പോഴും ഈ സമയത്ത് പോലും നടപടിക്രമങ്ങളെ അല്ല മഞ്ജുഷേ, അല്ല ഈ സമയത്ത് പോലും പ്രശ്നം എന്താണ്? CBI മതിലാടി കയറി എന്നുള്ളതാണ്. അദ്ദേഹം 2 ഗേറ്റും തുറന്നിട്ടിട്ട് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാന്യതയും കൂടി തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ കുറച്ചുകൂടി ബഹുമാനവും ലഭിച്ചേനെ. അദ്ദേഹത്തിന് ധീരനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ടും ആൾക്കാർ കണ്ടേനെ. എൻ്റെ മടിയിൽ കനമില്ല എന്ന് അദ്ദേഹത്തിന് ധീരമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നിയേനെ. പകരം ഗേറ്റും അടച്ചിട്ട് 4 സെക്യൂരിറ്റിയും പിടിച്ചു നിർത്തി കതകും അടച്ച് വീട്ടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുമ്പോൾ 24 മണിക്കൂർ ഇദ്ദേഹം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മിസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പോയി ഒളിവിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രീ അനിൽ ബോസെ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കേന്ദ്ര ഏജൻസികളെ അനുകൂലിക്കുമ്പോൾ ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. കൊണ്ടുപോകാൻ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നാട്ടിൽ നടക്കുന്ന മഞ്ജുഷിന്റെ ആഗ്രഹം സാധിക്കാനാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം, അത് ശരിയല്ല. ഇവിടെ പി ചിദംബരം നാട്ടിലെ ഏതൊരു പൗരനെയും പോലെ ഒരു കേസ് വരുമ്പോൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തി. തള്ളിക്കോട്ടെ, ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ എന്താ നടപടി? ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ ഉടനെ നടക്കുന്ന നടപടി എന്താ? നടപടി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് അദ്ദേഹം പരസ്യമായി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, ഞാനിതാ ഹാജരാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെ ഹാജരാകാൻ പോകുന്നു? അല്ല, ഹാജരാകാൻ പോകുന്ന ആളാണോ 24 മണിക്കൂർ മിസ്സിംഗ് ആവുന്നത് വീട്ടിന്റെ അകത്ത് പോയി കഥ അടച്ചിരിക്കുന്നത്? അല്ല, ഹാജരാകാൻ പോകുന്ന ആളാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഹാജരാകാൻ പോകുന്ന ആളെ അന്വേഷിച്ച് CBI വന്ന് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി പോയെന്ന് ഹാജരാകാൻ പോരെ? അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അകത്ത് ബെഡ്റൂമിന്റെ അകത്താണോ ഹാജരാകുന്നത്? തർക്കമൊന്നും വേണ്ട. അല്ലല്ല, എനിക്ക് ഇവിടെ വീണ വിജയനെ സംരക്ഷിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. ഈ കേസിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ വീണ വിജയൻ കേസിൽ മഞ്ജുഷ് ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ പറയുന്നത് കേട്ടോ. ഈ വീണ വിജയനെതിരെയുള്ള ഈ കേസും ആവിയായി പോകും. കാരണം BJPയും CPM തമ്മിൽ ഒത്തുതീർപ്പ് നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ കാണാൻ കഴിയും.
ഇവിടെ എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യാതെ വേറൊരു വിഷയത്തിലേക്ക് യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJP കാരൻ അല്ല, ചർച്ച മാറ്റാൻ ഞാനല്ല പോയത്. ശ്രമിക്കുന്നത്? താങ്കളാണ് വീണ പോയത്. വിജയനെതിരെയുള്ള എനിക്ക് ചർച്ച പുറകെ മാറുമെന്ന് പിടിക്കേണ്ടി നിങ്ങൾ വന്നതാണ്. ആഗ്രഹിക്കുന്നത്? താങ്കൾ എന്തെങ്കിലും പറഞ്ഞു ഇവര് പോയി കേന്ദ്ര കഴിഞ്ഞാൽ ഏജൻസികളെ പിന്നെ താങ്കൾ ഇതുവരെ കേന്ദ്ര എന്നെ ഏജൻസികളെ കൊണ്ട് ആക്ഷേപിക്കുകയായിരുന്നു. സാധിക്കില്ലല്ലോ. CPM താങ്കൾ നെതിരെ വിഷയം പറയുന്ന സമയത്ത് അല്ല, എഴുന്നേറ്റ് പോകാൻ വേണ്ടിയുള്ള CPM നും സാധ്യതകളല്ല മുഖ്യമന്ത്രിക്കുമെതിരെ കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുമ്പോൾ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് താങ്കളാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറയുന്നു അത് ആവിയായി പോകുമെന്ന്. അത് ചർച്ചയുണ്ടായെന്ന ഇവരുടെ ആഗ്രഹമാണ്, BJPയുടെ ആഗ്രഹമാണ്. വീണ വിജയൻ വിഷയം മാറ്റി കേന്ദ്ര ഏജൻസികളിലേക്ക് കൊണ്ടുപോകുന്ന മഞ്ജുഷ അതിന് കുട പിടിച്ചു കൊടുക്കാണ്. BJPയുടെ ആഗ്രഹം വീണ വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് BJP പ്രതിനിധി കാണിക്കുന്നെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മഞ്ജുഷ താങ്കളാണ് കേന്ദ്ര ഏജൻസികളെ ആദ്യം അനുകൂലിച്ച് സംസാരിച്ചത് കേട്ടോ. കേന്ദ്ര ഏജൻസികൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അന്വേഷിക്കുന്നതെന്ന് താങ്കളാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സോണിയാഗാന്ധിക്കെതിരെ ED നടപടി തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നു അതിന്റെ പേര്? അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് അല്ലേ? അതിന്റെ ആസ്തികൾ ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായിട്ട് ED മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 700 കോടിയുടെ ആസ്തി ഏറ്റെടുക്കുവാനുള്ള നടപടിയുമായാണ്. അത് സോണിയാഗാന്ധിക്കെതിരെയുള്ള നീക്കമാണല്ലോ നടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ക്ഷമിക്കണം താങ്കളിലേക്ക് വരാൻ വൈകി. ഇവിടെ LDF-ൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണല്ലോ. ഈ കേസിന്റെ സ്വഭാവം എന്താണെന്ന്, അത് വീണ വിജയനെതിരായ കേസ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് CPM പറയുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത് LDF-ൽ ഇപ്പോൾ? ശ്രീ ബൽദേവ്, മനസ്സിലായില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ കാഴ്ചപ്പാടോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞതിനും മറ്റു രീതിയിൽ വളച്ചൊടിക്കേണ്ട. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. വീണ വിജയന്റെ പ്രശ്നം CPM-നെയോ ഇടതുപക്ഷ മുന്നണിയിലുള്ള പ്രസ്ഥാനം, ഞാനും അതിലത്തൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്, അതൊന്നും ഞങ്ങളെ ആരെയും ബാധിക്കുന്നതല്ല. അത് നിയമപരമായി തന്നെ രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് കമ്പനികളോ തമ്മിലുള്ള പ്രശ്നമാണ്. അതിനെ ആ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അത് LDF-ലെ പ്രശ്നങ്ങളാക്കി അതിനെ വഷളാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കും. ഇതൊരു ഒന്ന് കാര്യം പറഞ്ഞിട്ട് ഞാൻ മഞ്ചേഷിന്റെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇവിടെ നേതാക്കന്മാരെയോ അവരുടെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നേതാക്കന്മാർ രാജിവെക്കണം, ധാർമ്മികത കാണിക്കണം എന്നൊക്കെ കോൺഗ്രസിന്റെയും BJP-യുടെ പ്രതികൾ പറഞ്ഞു. അമിത്ഷായുടെ മകൻ ടെമ്പിൾ എന്റർപ്രൈസ് ലിമിറ്റഡിൽ 2014 50,000 രൂപ തുടങ്ങിയത് 2016 170 കോടി രൂപയുടെ കാണിച്ചതിന് CBI കേസെടുത്തു. അമിത്ഷാ അന്ന് BJP-യുടെ സംസ്ഥാന ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചതൊന്നുമില്ല. പിന്നീട് അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയാം, കാര്യം അന്വേഷിക്കുന്ന CBI ആയിരുന്നില്ല, അവിടെ രാജിവെച്ചു വന്നത്. പിന്നെ നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഹോം മിനിസ്റ്ററുടെ കീഴിലല്ല വരുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. അതിന്റെ ജോയിന്റ് ഡയറക്ടറായിട്ട് JP സിംഗിനെ 2017 100 കോടി രൂപ അഴിമതിയിൽ CBI അറസ്റ്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ ഒന്നും രാജിവെച്ചതൊന്നുമില്ല, കാര്യം അതിന്റെ ED-യുടെ ജോയിന്റ് ഡയറക്ടർ JP സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കോൺഗ്രസിന്റെ, അത് അശോക് ഗെഹ്ലോട്ട്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസെടുത്തു. രാജസ്ഥാൻ മുഖ്യമന്ത്രി രാജിവെച്ചതൊന്നുമില്ല. അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ പ്രശ്നമായാലും അഹമ്മദ് പട്ടേലിന്റെ ആയാലും ഇങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും അവരുടെ സെക്രട്ടറിമാർക്കും ഒക്കെ കേസ് CBI എൻഫോഴ്സ്മെന്റ് ഒക്കെ BJP ഭരിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ആ കേസ്. അവരാരും രാജിവെച്ചതൊന്നുമില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്കെതിരെ കേസ് വരുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് വരുന്നു. അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹതയില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാം. ഇപ്പോൾ കേസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രതി കോടതിയിൽ ഹാജരാകുന്നില്ലെങ്കിൽ മാത്രമേ പ്രതിയെ അന്വേഷിച്ച് കോടതിയിൽ നിന്ന് വാറണ്ട് വരുത്തും. അപ്പോൾ അറ്റാച്ച് ചെയ്തതിനാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 8283 അനുസരിച്ച് പ്രൊക്ലമേഷന്റെ അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഇവിടെ AK സെന്ററിലോട്ടൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസും വരുത്തില്ല. കാരണം വീണ വിജയൻ കോടതിയിൽ ഹാജരാകുന്നില്ലെങ്കിൽ ആ അഡ്രസ്സിലേക്ക് പോകാം. വീണ വിജയൻ കോടതിയിൽ ഹാജരായാൽ AK സെന്ററിലേക്ക് അന്വേഷണം പോകത്തില്ല, കാരണം കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ് അന്വേഷിച്ചു വരാം. പക്ഷേ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഡൽഹി ഹൈക്കോടതി തന്നെ ജസ്റ്റിസ് സൗരവ് ബാർജയുടെ വിധിയുണ്ട്, when SFIO start investigation, parallel investigation is not possible. അത് ഹൈക്കോടതിയുടെ വിധി അടക്കുകയാണ്. അപ്പൊ ആ വിധിയെ ഓവർ റൂൾ ചെയ്യണം. SFIO ഒരു കമ്പനി ആക്ട് അനുസരിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൽ കുറ്റപത്രം തുറന്നു കഴിഞ്ഞാൽ ആ കോടതിയിൽ ട്രയൽ നിൽക്കുമ്പോൾ സമാന്തരമായ ഒരു അന്വേഷണം സാധ്യമല്ല. അങ്ങനെ വന്നാൽ ഹൈക്കോടതി റൂൾ മറികടക്കേണ്ടി വരും. അവരാദ്യം ആ റൂൾ ഓവർ റൂൾ ചെയ്ത് അതിനുള്ള ഓർഡർ വേണ്ടി വരേണ്ടി വരും. അതല്ലെങ്കിൽ ആ റൂളിന്റെ പശ്ചാത്തലത്തിൽ ഈ SFIO ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അത് റിപ്പോർട്ട് കൊടുക്കാതിരുന്നല്ല, കുറ്റപത്രം സമർപ്പിച്ചു, വീണയെ പ്രതിയാക്കി. അപ്പോൾ അതിനകത്ത് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ രീതിയിലുള്ള നിയമവ്യവസ്ഥകൾ വരേണ്ടി വരും. അതൊന്ന്. പിന്നൊന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്. ഞങ്ങളും അതിൽ തന്നെയാണ് പറയുന്നത്. വീണ വിജയൻ എന്ന വ്യക്തിക്ക് എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL പണം കൊടുത്തതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്. അത് കള്ളപ്പണമല്ല. കാരണം എന്താ, ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ
പൈസ ഒരു സേവനത്തിന് വേണ്ടി കൊടുത്തു. കറക്റ്റാണ്. CMRL എന്ന കമ്പനി എക്സാലോജിക്കിന് കൊടുത്തു. പക്ഷെ അതല്ലല്ലോ കമ്പനി ആക്ട് അനുസരിച്ച് അതല്ലല്ലോ അന്വേഷിച്ചത്. ഇതാണ് സേവനം കിട്ടിയിട്ടില്ല എന്ന കാര്യമാണല്ലോ. ആ കമ്പനി ഫ്രോഡ് കാണിച്ചു എന്നുള്ളതാണല്ലോ. ഇല്ലില്ല, ഞാൻ ഒരു ഫ്രോഡ് കാണിച്ചിട്ടില്ല മറ്റേ. കമ്പനി ആക്ട് അനുസരിച്ച് എന്താ ഫ്രോഡ്? നിങ്ങൾ എന്താ ഫ്രോഡിനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്? കമ്പനി ആക്ട് അനുസരിച്ച് ഫ്രോഡ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്പനി ആക്ട് പറയുന്ന കാര്യങ്ങൾക്ക് വയലേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അതിന് നമ്മുടെ മുമ്പിൽ നിരവധി കേസുകളുണ്ട്. സത്യം കമ്പ്യൂട്ടേഴ്സ്, സഹാറ SFIO എന്ന ഏജൻസിയാണ് അന്വേഷിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയാണ് അന്വേഷിച്ചത്. കമ്പനി നിയമം അനുസരിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏജൻസിയാണ് അന്വേഷിച്ചത്. എന്നിട്ടും എന്താണ് വയലേറ്റ് ചെയ്തത് എന്ന് എന്തുകൊണ്ടാണ് താങ്കൾക്ക് സംശയം തോന്നുന്നത്? അവർ നൽകാത്ത സേവനത്തിനാണെന്നുള്ളത് തെളിവ് സഹിതം SFIO കുറ്റപത്രം നൽകിയിരിക്കുകയാണ് കോടതിയിൽ. ഞാൻ പറയേണ്ട മഞ്ചേഷ് ഞാനിവിടെ കേട്ടോണ്ടിരുന്നില്ല പറയുന്നത്. അവർ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഇത് ശരിയാണ്. ഇൻകം ടാക്സ് സെറ്റിൽമെന്റിന്റെ ബോർഡ് അനുസരിച്ച് 1.72 കോടി ഇപ്പൊ തുക കൂടിയിട്ടുണ്ട്, വാങ്ങിച്ചു എന്ന് പറയുന്നു. ഇതിനകത്ത് ആർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്? CMRL എന്ന കമ്പനിക്ക്. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് നഷ്ടമുണ്ട്. കാര്യം അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് വിഹിതം കൊണ്ടുള്ള ഒരു കമ്പനിയാണ് CMRL. നഷ്ടം വന്നിരിക്കുന്നത് പബ്ലിക്കാണ്. അപ്പൊ ഇവിടെ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത് CMRL എന്ന കമ്പനി ആക്ട് അനുസരിച്ച് ഫ്രോഡ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഫ്രോഡ് കാണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രതികരിച്ചാൽ വരുന്ന ബോർഡ് മെമ്പർമാർ ഫ്രോഡ് കാണിച്ചിട്ടുണ്ട്. അവര് ഒരു നിയമത്തിന്റെ പേരിൽ 2 കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ബാങ്ക് വഴി കാശ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതാണ് റിക്കാർഡിക്കൽ അങ്ങനെ അതിൽ സ്വതന്ത്രമാകാൻ പറ്റില്ല. അവരൊരു ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് കാണിച്ചതിന്റെ ഗുണം കിട്ടിയത് ഏതാണ്? മറ്റൊരു കമ്പനിക്കാണ്, എക്സാലോജിക്കിനാണ്. അതിന്റെ ഉടമയായ വീണ വിജയനാണ്. ഒരിക്കലുമില്ല. വീണ വിജയൻ ഫ്രോഡ് കാണിച്ചിട്ടില്ല. അവരാകെ ചെയ്യാത്തത് പണം കൈപ്പറ്റിയിട്ട് ഞാൻ സേവനം കൊടുത്തില്ല എന്നേ ഉള്ളൂ. ആ സേവനം കൊടുത്തില്ലെങ്കിൽ അതൊക്കെ സേവനം കൊടുക്കാത്ത ഫ്രോഡല്ല, കമ്പനി ആക്ട് ഫ്രോഡിൽ വരുന്നതല്ല. പിന്നെ SFIO പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി, ഇത്രയും കോമ്പറ്റന്റ് ആയ ഒരു ഏജൻസിക്ക് അറിയാൻ മേലാത്ത കാര്യമാണ്. SFIO അടുത്ത് ഏത് കേസാണ് ശിക്ഷിച്ചിട്ടുള്ളത്? വളരെ 100 കേസ് എടുത്താൽ ഒരു കേസ് 1% താഴെയാണ് അവിടെ ശിക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും SFIOയുടെ കേസുകൾ 1% താഴെയാണ് പണിഷ്മെന്റ്. അതിന്റെ കാര്യം ഇതാണ്. അനാവശ്യമായിട്ട് അവർ കേസെടുക്കുന്നു. കാര്യം അപ്പൊ ഇവിടെ കേസെടുക്കുമ്പോൾ ശരിയാണ്, CMRL ശിക്ഷിക്കും, CMRL ബോർഡ് മെമ്പർമാരെ ശിക്ഷിക്കും. അവർ ഫ്രോഡ് കാണിച്ചു. റിക്കാർഡിക്കലായിട്ടാണ് വീണ വിജയൻ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. വീണ വിജയൻ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഫ്രോഡ് കാണിച്ചു ഒരു കമ്പനി, അതിന്റെ ഗുണം മറ്റൊരു കമ്പനിക്ക് കിട്ടി. പക്ഷെ നിയമപരമായി അവർ കുറ്റക്കാരല്ല എന്ന് താങ്കൾ പറയുമ്പോൾ മറ്റൊരു കാര്യം, അവിടെ ധാർമ്മികത ഉയർന്നു വരും. എന്തിനാണ് ഈ കമ്പനി നിയമപരമായി ശരിയാണ്, അദ്ദേഹം നിയമപരമായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ എന്തിനാണ് ഈ പണം വാങ്ങിയത്? അതിന്റെ ഗുണം കിട്ടുന്നത് CMRL-ലാണല്ലോ. എങ്ങനെ ഗുണം കിട്ടും? ഈ സർക്കാരിൽ നിന്ന് ഗുണം കിട്ടും. ഈ സർക്കാരിൽ നിന്ന് ഗുണം കിട്ടും. അതായത് ഒരു കൈക്കൂലി കൊടുത്തിരിക്കുകയാണ് അവിടെ. ഈ സേവനം വാങ്ങി എന്നുള്ള പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് കേട്ടോ. നിങ്ങൾ കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ ഗുണം കിട്ടുന്ന ആർക്കോ ഗുണം കിട്ടിക്കോട്ടെ. ഇവിടെ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത് CMRL-ലാണ്. അവർക്കെതിരെ കേസ് വരും. ഫ്രോഡ് നിൽക്കും. യാതൊരു തർക്കവുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. CMRL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 1.72 കോടി രൂപ വെറുതെ ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ഫ്രോഡ് കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമ്മൾ ആദ്യം വന്ന കേസ്, രണ്ടാമത്തത് എംപവറല്ലേ? ഞാൻ അല്ലല്ല, ഞാൻ എന്റെ സംശയമാണ്. CMRL ഫ്രോഡ് കാണിച്ചു എന്ന് അങ്ങേക്ക് ഉറപ്പാണ്. CMRL ആരെങ്കിലും കയ്യിലിരിക്കുന്ന കാശ് വേറൊരു കമ്പനിക്ക്, അതും ഇത്രയും പൈസ 2 കോടിയോളം രൂപ വേറൊരു കമ്പനിക്ക് കൊടുത്തിട്ട് ഫ്രോഡ് കാണിക്കേണ്ട ആവശ്യം എന്താണ് സാറേ? കോടതിയിൽ യുക്തിയല്ല. കോടതിയിൽ നമുക്കൊക്കെ യുക്തി ഉണ്ടല്ലോ. എന്തിനാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് വെറുതെ 2 കോടി കൊടുത്തിട്ട് നിങ്ങൾ പറയാണ് ഈ കമ്പനി ഫ്രോഡ് കാണിച്ചു, പൈസ മേടിച്ച കമ്പനി നിഷ്കളങ്കരാണ്, ശുദ്ധരാണ്? അല്ലല്ല, എനിക്ക് സംശയമുണ്ട്. അല്ലല്ല സാർ, അങ്ങനെ പറഞ്ഞു പോലെ സംശയമാണ് ചോദിക്കുന്നത്. സംശയം താങ്കളുടെ സമയം വരുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ സംസാരിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ആരും ഇവിടെ സംസാരിക്കാൻ. സാറേ, നിങ്ങൾ പറയുന്നതിനകത്തുള്ള സംശയം ഞാൻ അതിലേക്ക് വരുവാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എക്സാലോജിക് എന്ന കമ്പനി പൈസ വാങ്ങിച്ചിരിക്കുന്നത് സേവനം കൊടുക്കാന്ന് പറഞ്ഞാണ്. സേവനം കൊടുത്തിട്ട് സിവിൽ നിയമത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അഗ്രിയുടെ പാർട്ടിക്ക് നഷ്ടത്തിന് കേസ് കൊടുക്കാം. CMRL കേസ് കൊടുത്താൽ ആ പണവും പലിശയും കൂടെ ആ സേവനം കൊടുത്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. നാളെ ഞാനും ഈ കേസിൽ അങ്ങനെയല്ല സാർ വിഷയം. ഈ കേസിൽ അങ്ങനെയല്ല സാർ വിഷയം. അവിടെയാണ് പ്രശ്നം. അല്ലല്ല, സാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇവിടെ സേവനം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ടാലിയും മൈക്രോസോഫ്റ്റ് എക്സലും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ. അതുകൊണ്ട് സാറിന് അങ്ങനെ പറഞ്ഞത് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ സേവനം എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് പണിയാണ്
എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉൾപ്പെടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു മറ മാത്രമാണ്. യുവരാജ് ഇവിടെ സംസാരിക്കത്തില്ല, മര്യാദയ്ക്കുന്നില്ല, യുവരാജ് സംസാരിക്കാൻ ഞാൻ അല്ലല്ല, ഞാൻ തിരിച്ച് അങ്ങനെ പറയണ്ട, അങ്ങനെ അതല്ലല്ലോ ചർച്ചയ്ക്ക് യുവരാജ് പോലും സംസാരിച്ചാലും ഞാൻ ഇടയ്ക്ക് കേട്ടോ. ഇവിടെ നിങ്ങൾ 3 പേര് സംസാരിച്ചില്ല, മര്യാദ വേണ്ട ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ. ഞാൻ എന്റെ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ സമയം വരെ പറഞ്ഞോളൂ. ഞാനൊരു 20 മിനിറ്റ് മനസ്സിലായി. അല്ല ഞാൻ ഉത്തരത്തില്ല പറയുന്നത്, വ്യക്തമായിട്ടാണ് ഉത്തരം പറയുന്നത്. ഇതിനകത്ത് വീണാ വിജയന്റെ പേരിൽ കോടതിയിൽ ചെല്ലുമ്പോൾ നിയമപരമായിട്ട് കോടതിയിൽ വേണ്ടത് നിയമവും തെളിവുക, അല്ലാതെ അവിടെ വരുമ്പോൾ നമ്മുടെ സൈദ്ധാന്തികോ യുക്തിയോ ഒന്നും അല്ല. നിങ്ങൾക്കത് ധാർമ്മികതയുണ്ട്, ധാർമ്മികതയൊന്നും കോടതി പരിശോധിക്കുന്നില്ല. കോടതിയിൽ വേണ്ടത് കോൺക്രീറ്റ് എവിഡൻസ് ആണ് വേണ്ടത്. കോടതിയിൽ വേണ്ടത് നിയമമാണ് പരിശോധിക്കുന്നത്, അല്ല കോടതിയിൽ വരുന്നത് നീതിയല്ല. കോടതിയിൽ പരിശോധിക്കുന്നത് നിയമമാണ്, നീതിയല്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ ഒരു കാര്യം ബോധ്യമായി, ഒരു കമ്പനി ഫ്രോഡ് നടത്തിയിട്ടുണ്ട്. ആ ഫ്രോഡ് നടത്തിയതിന്റെ ഗുണം എക്സാലോജിക്കിനും വീണാ വിജയനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എക്സാലോജിക്കും വീണാ വിജയനും കോടതിയിൽ രക്ഷപ്പെടും, കാരണം ഫ്രോഡ് നടത്തിയത് മറ്റൊരു കമ്പനിയാണല്ലോ. പക്ഷേ ഇതെന്ത് ലോജിക്കാണ്? അപ്പൊ പൊതുസമൂഹത്തിനെല്ലാം ബോധ്യമാകും അവിടെ ആ ഫ്രോഡിന്റെ ഗുണഫലം അനുഭവിച്ചിരിക്കുന്നത് ആരാണ് എന്ന്, പണം കിട്ടിയത് ആർക്കാണ് എന്നുള്ളത്. മഞ്ജുഷ, ഞാൻ പറഞ്ഞല്ലോ, ഞാനും മഞ്ജുഷ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മഞ്ജുഷ എനിക്ക് പണം തരുന്നു. ഞാൻ ആ സേവനം തന്നില്ലെങ്കിൽ എനിക്കെതിരെ കോടതിയിൽ ഫയൽ ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് ആണ്. അതിനെതിരെ സിവിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. അതിനകത്ത് പരാതിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. കാര്യം വേണ്ട. പക്ഷെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും പണം വാങ്ങി എന്നുള്ള കാര്യം. ആദ്യം പണം വാങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ. പണം വാങ്ങി എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ പണം സേവനം നൽകാതെയാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ മുന്നിൽ നിൽക്കുകയില്ല എന്ന് താങ്കൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അവിടെ മറ്റൊരു കാര്യം കൂടി പാരലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിൽ നിന്നുള്ള കരിമണൽ കടത്തും അവിടെ വന്നിട്ടുണ്ട്. അത് കിട്ടിയത് CMRL-നാണ്. അത് സർക്കാരിന്റെ സഹായമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ വീണാ വിജയനും എക്സാലോജിക്കിനും നൽകിയിരിക്കുന്ന പണം ആത്യന്തികമായി എന്തിനു വേണ്ടിയാണ് CMRL നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലും ഉത്തരമായിട്ടുണ്ട്. കോടതിയിൽ നിൽക്കില്ലായിരിക്കും. ശരി, യുവരാജ് സംസാരിക്കട്ടെ. ഇല്ലല്ല, അത് സാങ്കേതിക പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്നത് കോടതിയിൽ നിൽക്കില്ല എന്നാണ്. അല്ലല്ല, അദ്ദേഹം പറയുന്നതിനകത്ത് അദ്ദേഹം തന്നെയാണ് രണ്ടും പറയുന്നത്. മഞ്ജുഷ, അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് CMRL ഫ്രോഡ് കാണിച്ചു എന്ന് ഉറപ്പാണ്, വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഫ്രോഡ് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ വീണാ വിജയൻ സേവനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിച്ചത്. അതുകൊണ്ട് തന്നെ സേവനം കൊടുത്തില്ല എന്നൊരു തെറ്റ് മാത്രമേ അവരുടെ ഭാഗത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CMRL എങ്ങനെ ഫ്രോഡ് കാണിച്ചു എന്ന് അദ്ദേഹം പറയും. കാരണം CMRL-ന് ഒരു സേവനം കൊടുക്കാം എന്ന് വീണാ വിജയന്റെ കമ്പനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ CMRL പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് CMRL-ആണ് അവിടെ ഫ്രോഡ് കാണിച്ചതെന്ന്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത് ആരാണ്? വീണാ വിജയൻ. അല്ലല്ല, നിൽക്കൂ. എന്നിട്ട് തന്നെ അങ്ങ് തന്നെ പറയുന്നുണ്ട് CMRL-ന് വേണമെങ്കിൽ വീണാ വിജയന്റെ കമ്പനിക്കെതിരായിട്ട് കേസ് കൊടുക്കാം, തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് സർവീസ് തരാതിരുന്നതിന്റെ പേരിൽ എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പൊ അങ്ങ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ പരസ്പരം കോൺട്രഡിക്ടറി ആണ് എന്നുള്ള കാര്യം ഒരു വക്കീൽ കൂടിയായ സഹാറ കേസും മരുഭൂമി കേസും ഒക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ CMRL-ന്റെ എക്സാലോജിക്കിന്റെ വിഷയത്തിലല്ലേ, നമുക്ക് പോളിംഗിലേക്ക് പിന്നെ പോവാം സാറേ. ഞാനിവിടെ കാര്യം പറഞ്ഞോട്ടെ. ഇത് കോടതിയിൽ നിൽക്കില്ല എന്ത് അടിസ്ഥാനത്തിലാണ് സാറിന് പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നില്ല. ഒന്ന്, മണി ലോണ്ടറിങ് എന്താണ് എന്നുള്ള കാര്യം ഒരു വക്കീലായിട്ടുള്ള അങ്ങേക്ക് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മണി ലോണ്ടറിങ് എന്താണ് സാറേ? നിങ്ങൾ പറയുന്നുണ്ട് ഇത് അക്കൗണ്ടിങ്ങിലേക്ക് കൃത്യമായിട്ട് വന്നിട്ടുള്ള പൈസയാണ് എന്നുള്ള കാര്യം. എന്താ മണി ലോണ്ടറിങ്? മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് ത്രൂ മണി ലോണ്ടറിങ് ക്രിമിനൽ ട്രാൻസ്ഫേഴ്സ് ദ മോണിറ്ററി പ്രൊസീഡ്സ് derived from criminal activity into funds with an apparently legal source. ഒരു ലീഗൽ സോഴ്സ് കാണിച്ചുകൊണ്ട് അക്കൗണ്ടിങ്ങിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ബ്രൈബ് പോലെയുള്ള പൈസകൾ, ബ്രൈബ് പോലെയുള്ളവ അവർക്ക് സോഴ്സ് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അപ്പാരന്റ് സോഴ്സ് കാണിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ലീഗൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേസ് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന കരിമണൽ കമ്പനി ആയിട്ടുള്ള CMRL-ന് അനധികൃതമായിട്ട് കരിമണൽ ഖനനം ചെയ്യുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരതിന് പകരമായിട്ട് കൊടുത്തിരിക്കുന്ന കൈക്കൂലിയാണ് ഈ പൈസ. പക്ഷെ അത്
അവർക്ക് വൈറ്റ് ആയിട്ട് എക്സാലോജിക് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വേണമെന്നുണ്ടായിരുന്നത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് സർവീസ് ഉണ്ടാക്കി. ആ സർവീസാണ് ടാലിയും മൈക്രോസോഫ്റ്റ് എക്സലും പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ. അതായത് ഈ സോഫ്റ്റ്വെയറുകളുടെ ഈ പറഞ്ഞിരിക്കുന്ന 4 സോഫ്റ്റ്വെയറുകളുടെ കൂടെ പൈസ കൂട്ടിയാൽ 20 ലക്ഷം പോലും വരുന്നില്ല എന്നാണ് ഒറിജിനൽ. 20 പോലും എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ, അത്ര പോലും വരുന്നില്ല എന്നാണ്. ഈ 20 ലക്ഷം രൂപ തികച്ച് വരാത്ത ഒറിജിനൽ സോഫ്റ്റ്വെയറുകൾ വർഷാവർഷം സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.72 കോടി രൂപയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കകത്ത് ഇരിക്കുന്നവർക്ക് യുക്തിരാഹിത്യം ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേപോലെ കോടതിയിൽ നിയമമാണ് നോക്കുന്നത്, യുക്തി ബുദ്ധിയൊന്നും അല്ല, കോടതിയിൽ നിയമമാണ് നോക്കുന്നത്. ഓക്കെ, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇദ്ദേഹം നമ്മുടെ അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കേസും ആവിയായി പോവുകയുള്ളൂ എന്ന്. അത് കോൺഗ്രസിന്റെ നിലപാട്. അത് മാത്രമല്ല മുൻ അനുഭവങ്ങൾ വെച്ചാണ് അവർ പറയുന്നത്. അല്ല, മുൻ അനുഭവങ്ങൾ തീർച്ചയായും ശ്രീ പിണറായി വിജയനെതിരെ തന്നെയുള്ള മുൻകാലത്തെ കേസുകൾ പലതും ആവിയായി പോയി എന്ന ഒരു പരിഭവം കോൺഗ്രസിനുണ്ട്. അത് ഈ വിഷയത്തിലും സംഭവിക്കും എന്ന ഒരു സൂചനയാണ് ശ്രീ അനിൽ ബോസിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അങ്ങനെ ആവിയായി പോവില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇവിടെ പക്ഷേ ചില കുറച്ചുകൂടി വ്യക്തമായി ഈ പ്രത്യേക കേസിൽ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കോടതി തന്നെ പ്രഥമദൃഷ്ടിയ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 100, അത് സെക്ഷൻ 129, സെക്ഷൻ 134, സെക്ഷൻ 447 മുതലായ സെക്ഷനുകൾ കമ്പനി നിയമത്തിലെയാണ്. ഈ സെക്ഷനുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ടിയ ഇതിൽ ഒരു കേസുണ്ട്, കേസ് ഇൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇതിന് പോകേണ്ടി വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണല്ലോ ആ ഒരു സമിതിയുടെ പേര്. അപ്പോൾ ഫ്രോഡുലന്റ് പ്രാക്ടീസ് നടന്നു എന്നതിനുള്ള പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവാണ്. അത് ഈ AKG സെറ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമോ അതോ ശ്രീമതി വീണ വിജയൻ നേരിട്ട് കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്നതിൽ ഒരുപക്ഷെ തർക്കമുണ്ടാകാം. അത് അടുത്ത സ്റ്റേജിലേക്കൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ കേസുണ്ട് എന്നത് വ്യക്തമാണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും വിശ്വസിക്കാവുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു സേവനം വേണ്ട രീതിയിൽ നൽകിയിട്ട് പണം മേടിച്ചു എന്നിവിടെ ആരും പറയുന്നില്ല. CPM പോലും ഇത് പറയുമെന്ന് തോന്നുന്നില്ല. ശ്രീ പിണറായി വിജയൻ്റെ കഴിഞ്ഞ നേരത്തെ കാണിച്ച പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഇവിടെ ഒരു വൈറ്റായി പണം കൈമാറി, അതിൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷെ വൈറ്റായി പണം കൈമാറി എന്ന് പറയുമ്പോൾ ചെയ്ത ജോലിക്കുള്ള കൂലിയാണോ വാങ്ങിയത്? അങ്ങനെയല്ല എങ്കിൽ അത് കമ്പനി നിയമപ്രകാരം നടപടികളിലേക്ക് നീങ്ങേണ്ടതാണ്. അതുകൊണ്ടാണ് കേസ് ഇൻ പോയിന്റ് വരുന്നത്. അവിടെ ഇതിനകത്ത് കുഴയുന്നതെന്ന് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും BJP-യും, BJP-ക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് കേന്ദ്ര ഏജൻസികളുടെ ഇവിടുത്തെ വിന്യാസത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ഒരുപക്ഷെ BJP-യാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഈ വ്യക്തമായ ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസിന് ആശയക്കുഴപ്പം ഉണ്ടാകണം. കാരണം ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യ പ്രതിയോഗി CPM-ആണ്. അപ്പോൾ കോൺഗ്രസിനെതിരെ ED അന്വേഷണവും മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും വരുമ്പോൾ ഒരു നിലപാടും, CPM-നെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു അന്വേഷണം വരുമ്പോൾ മറ്റൊരു നിലപാടും എടുക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കോൺഗ്രസിനുണ്ട്. അതാണ് തീർച്ചയായിട്ടും അവർ പറയുന്നത്. അതുപോലെ CPM-നുണ്ടാകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കാര്യം വരുമ്പോൾ എപ്പോഴും ഏത് വിഷയത്തിലും നേരിടുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അവർ വിഷയാധിഷ്ഠിതമായി ഞങ്ങൾ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് തടിയൂരി നിൽക്കുകയും ചെയ്യാം, അല്ലേ? രണ്ട് രീതിയിൽ പറഞ്ഞില്ല. ഇത് രാഷ്ട്രീയമാണ്, ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഇതിനകത്ത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ CPM വിരുദ്ധതയുടെ മുഖമാണ് കോൺഗ്രസ് വോട്ടാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്പേസിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. BJP-യും ഒരു പരിധിവരെ ആ സ്പേസിലാണ്. പക്ഷേ അതിന് BJP-ക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംപ്ലിക്കേറ്റഡ് ആകുന്ന ഘട്ടം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ മുതൽക്കൂട്ടാണ്. ആദ്യ ടെസ്റ്റ് ഡോസ് നിലമ്പൂരായിരിക്കും, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് തീർച്ചയായും ഈ സമ്മർദ്ദം കേരളത്തിനുള്ളിൽ ഇത് ആളിക്കത്തിക്കേണ്ടതുണ്ട്. പക്ഷേ CBI വരുന്നു അല്ലെങ്കിൽ ED വരുന്നു എന്ന് പറയുമ്പോൾ EDയെ സർവാത്മന സ്വീകരിക്കുമ്പോൾ സംശയത്തിന്റെ മുന കോൺഗ്രസിലേക്ക് നീളും. അത് സ്വാഭാവികമാണ്. ശരിയാണ് ശ്രീ അൽബസ്, അത് ശരിയാണ്. അത് രാഷ്ട്രീയ നിരീക്ഷക ആ രീതിയിലേ വിലയിരുത്തുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി, എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്ന് പറയുന്നത് ഇതിന്റെ കുറ്റപത്രത്തിന്റെ മുഴുവൻ വിവരമെന്നല്ല, കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിലിപ്പോൾ അതിൻ്റെ പരാതിക്കാരനായ ഷോൺ ജോർജൊക്കെ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനി പതിയെ ആ കുറ്റപത്രത്തിന്റെ വിവരങ്ങളും പുറത്തു വന്നു തുടങ്ങും.
അതിനെയും ചിലപ്പോൾ കോൺഗ്രസ് ആശങ്കയോടെ കാണുന്നുണ്ടാവും. കാരണം ഇതിന്റെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നപ്പോൾ അതിൽ തന്നെ ചില പേരുകൾ ഉണ്ടായിരുന്നുവല്ലോ, ചില ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ഈ വീണ വിജയനും എക്സാലോജിക്കും വാങ്ങിയ പണം എന്ന് പറയുന്നത് മൊത്തം CMRL നടത്തിയ ക്രമക്കേടിന്റെ ഏതാണ്ട് 10% മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അത് ഇനി വരാനിരിക്കുന്ന ഒരു വലിയ ഒരു ഈ ആരോപണങ്ങളുടെ പെരുമഴയാണോ ഭൂകമ്പമാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ഇവിടെ. ആരുടെയൊക്കെ പേരുകൾ അതിനകത്തുണ്ടാവുമെന്ന് കുറ്റപത്രത്തിൽ അവിടെയും അങ്ങനെ ഏതെങ്കിലും നേതാക്കളുടെ പേരുണ്ടെങ്കിൽ ആ നേതാക്കൾ അതിനെ അഭിമുഖീകരിക്കട്ടെ. അതിന് നമുക്കെന്താ തർക്കം? അതിന് ഏത് പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും അത് അഭിമുഖീകരിക്കട്ടെ. അങ്ങനെ നമ്മൾ ബ്ലൈൻഡായിട്ട് വന്നിരുന്ന് ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ബ്ലൈൻഡായിട്ട് ന്യായീകരിക്കുകയല്ല. ഇവിടെ ഇപ്പം നമ്മുടെ മുന്നിലുള്ള വിഷയം, നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച വിഷയം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ, ആ മകൾക്കെതിരെ വന്നിട്ടുള്ള കേസ്, കുറ്റപത്രം കഴിഞ്ഞ് സമൻസും ED-യിലേക്കും കാര്യങ്ങൾ പോകുന്നു. ആ പണം കൈപ്പറ്റിയിരിക്കുന്നു. താങ്കൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല, ഒരു CPM-കാരനും നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കാത്ത നീതി പിണറായി വിജയന് കൊടുക്കുന്നത് എങ്ങനെ? എനിക്കത് മനസ്സിലായില്ല. അതൊന്ന് അവർ വിശദീകരിച്ചാൽ മതി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി തൽസ്ഥാനത്തുനിന്ന് മാറി നിൽക്കണം. അന്വേഷണം കഴിഞ്ഞ് സുതാര്യമാകുന്നതുവരെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. അദ്ദേഹം അത്രയും സുതാര്യമായൊരു തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു മഹത്വം രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ അംഗീകരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ ചോദിക്കുന്നത്, പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താണ് മറ്റൊരു പ്രിവിലേജ്? ആ പ്രിവിലേജ് എങ്ങനെയാണ് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ ഒരു കമ്പനി നടത്താൻ കഴിയുക? ഈ വരുന്ന ഇത്രയും ആക്ഷേപം വന്നിട്ട് കേന്ദ്ര സമിതിയിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ ഏതെങ്കിലും ഒരു അംഗം നട്ടെല്ല് നിവർത്തി ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പോലും പറയാനുള്ള ആർജവമില്ലാത്ത ആളുകൾ, നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നവന്മാരാണ്. ഇവർക്കെല്ലാം കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാണെങ്കിൽ അവൻ ഓശാന പാടി അവിടുന്ന് വല്ല നക്കാപ്പിച്ച കിട്ടുമോ തൊട്ട് നക്കാൻ എന്നത് മാത്രമാണ് CPM-ലെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ ചിന്ത. ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറിച്ച് കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റുകാരും കൊള്ളക്കാരാണെന്ന് അഭിപ്രായമുള്ള ആളല്ല ഞാൻ. മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊള്ളാവുന്ന നിരവധി നേതാക്കളുണ്ട്. വൈയായികയിലാണെങ്കിലും പ്രായത്തിൻ്റെതായ പ്രശ്നമുണ്ടെങ്കിലും VS അച്യുതാനന്ദൻ, ഇവിടെ ആലപ്പുഴയിൽ ഞങ്ങൾക്കറിയാമല്ലോ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G സുധാകരൻ, അങ്ങനെ എണ്ണിപ്പറയാൻ കോട്ടയത്ത് സുരേഷ് കുറുപ്പ്. എന്താ ഈ മാന്യന്മാർക്കൊന്നും ആ പാർട്ടിയിൽ രക്ഷയില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ ഒരിടത്തും ഇളവ് കൊടുക്കാത്തത്? അവർക്ക് പ്രായമായെന്നും ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് എന്തിനാ? തിരുവായ്ക്ക് എതിർവായില്ലാത്ത ആളുകളെ മാത്രമേ ഇരുത്തൂ. മഞ്ജുഷേ, പിണറായി വിജയൻ ഇപ്പോൾ സാമ്പത്തികമായി വലിയൊരു ജന്മിയായി കഴിഞ്ഞിരിക്കുന്നു, ഒരു മാടമ്പിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ അനുകൂലിച്ച് നിൽക്കുന്നവന് മാത്രമേ ആ പാർട്ടിയിൽ രക്ഷയുള്ളൂ. പ്രത്യയശാസ്ത്രപരമായി CPM-നെ ഇഷ്ടപ്പെടുന്ന, CPM-ന്റെ ആശയ ദൃഢതയിൽ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ആ പാർട്ടിയുടെ അപജയമോർത്ത് ലജ്ജിക്കാണ്. പക്ഷെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. കാരണം അവരാരും കമ്മിറ്റിയിലില്ല. തനിക്ക് അനുകൂലമായി കൈവെക്കുന്നവരുടെ മാത്രം ഒരു കമ്മിറ്റിയും ക്യാബിനറ്റും ആകുമ്പോൾ അവിടെ പാവപ്പെട്ട CPM മെമ്പർമാർ ചോരയും നീരും നൽകി ആ പ്രസ്ഥാനം നല്ല രീതിയിൽ പോകണം, ജനങ്ങളെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളില്ലേ കേരളത്തിൽ? ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിവർത്തിയില്ല സാർ. അവർക്കിനിയുള്ള ഏക അവസരം എന്ന് പറയുന്നത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കോടതിയിൽ നിന്നാണ് ഇനി ഒരു തീരുമാനം വരേണ്ടത്. വൈകാതെ തന്നെ സമൻസ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ LDF 2 തട്ടിലോ? അതെ എന്ന് 87% പ്രേക്ഷകർ, അല്ല എന്ന് 10%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.